നിങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്ത്? ശക്തമായി എതിർത്തോ? ശക്തമായി എതിർത്ത് ഇത്രയും പെണ്ണുപിടിയന്മാരെ പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വെച്ച് ഞങ്ങൾ സഹിക്കണോ? ഞങ്ങൾ സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തില്ല. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇതെങ്ങനെ സഹിക്കും? നേതൃത്വം വന്നിട്ട് ഞങ്ങൾ ആവുന്നത്ര തെളിവുകൾ കൊടുത്ത് ഇവിടുത്തെ മോശം ഇത് NSന്റെ നാടാണ്, ഇത് CPM ആണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെളിവുകൾ പുറത്തൊന്നും കൊടുക്കാതെ ഇത്രയും കൊള്ളരുതായ്മകൾ നടത്തിയ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആവുന്നത്ര ഞങ്ങൾ പരാതികൾ കൊടുത്തു, അടി മുതൽ മുടി വരെ. പക്ഷെ ഈ ഇത്രയും കൊള്ളരുതാത്തവന്മാരെ ഒരു കൊലപാതകയാണെങ്കിൽ പോലും പ്രസ്ഥാനത്തെ സംരക്ഷിക്കാം. അതിലും മോശപ്പെട്ട CPM എന്ന ഭരണഘടനയ്ക്ക് അനുയോജ്യമല്ലാത്ത പ്രവർത്തനം ചെയ്യുന്ന ഇവരെ പോലുള്ളവരെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഞങ്ങളാരും അനുസരിക്കത്തില്ല. ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ SFIയിലൂടെ വന്ന വനിതകളായത്. ചേച്ചി കണ്ണ് നിറയുന്നതടക്കം കണ്ണൊന്നും നിറയത്തില്ല. ഇത് CPMൽ കൊടുത്തവരാ. അപ്പൊ ഞാൻ കണ്ണ് നിറയുന്നത് എന്തിനാ? എനിക്ക് കണ്ണ് നിറയത്തില്ല. എന്നെ പുറത്താക്കിയാലോ അല്ലെങ്കിൽ എന്നെ രണ്ടടിച്ചാലോ എന്റെ കണ്ണ് നിറയത്തില്ല സഹോദരന്മാരെ. ഞാൻ CPMലൂടെ വളർന്നു വന്നതാ. CPMന്റെ ഓരോ രക്തസാക്ഷി കുടുംബത്തിലുള്ളവളാ ഞാൻ. പക്ഷേ സ്ത്രീകളെ സംരക്ഷിക്കുന്ന പാർട്ടി തന്നെ ഇപ്പോൾ സ്ത്രീ പീഡനത്തിൽ ആരോപണവരെ ഇപ്പോൾ കമ്മിറ്റിയിൽ സെക്രട്ടറി ആക്കിയിരിക്കുന്നു. ആരോപണമല്ല, സ്ത്രീ പീഡനം ചെയ്യുന്നവനെ ഞങ്ങൾ ശക്തമായി എതിർത്തു. ഞങ്ങൾ എതിർത്തിട്ട് ഞങ്ങൾക്ക് ഒരു വിലയില്ല. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞ് ഇത്രയും ചെയ്തിട്ട് മതിയായില്ലയോ? നിങ്ങൾക്ക് ഞാനൊരു ബഹുമാനം തന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളാണോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്നാ എന്നോട് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ചോദിച്ചത്. നിങ്ങൾ എന്തിനാ പൂട്ടിയിട്ടത്? ചേച്ചി നിങ്ങൾ ഭാര്യ ഈ പ്രസ്ഥാനത്ത് വരുന്നില്ല. സഹോന്റെ ഭാര്യ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോര നീരൊഴിച്ച് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ കളഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോര നീരൊഴുക്കി ഞങ്ങൾക്കൊരു സ്ഥാനം വേണ്ട, ജോലി വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ മാന്യമായിട്ടുള്ള പ്രസ്ഥാനം മാത്രം മതി. മാന്യമായിട്ടുള്ള CPM ആയിരിക്കണം. CPIM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കണം. എന്നെ നാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കട്ടെ. അതാ പറഞ്ഞത്. എനിക്കതല്ല, ഞാൻ നിന്നാൽ ശരിയാവത്തില്ല. നിങ്ങൾ സഹോദരന്മാർ പോയിക്കോ, എന്റെ പ്രസ്ഥാനമാണ് എനിക്ക് വലുത്.